ഇത് ഒരു ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥയാണ്. സഹനങ്ങളുടെ തീച്ചൂളയിൽ ഉരുക്കിയെടുത്ത് ദൈവത്തിന് ഇഷ്ടമുള്ള മകനായി മാറ്റിയെടുത്ത ഒരു പിതാവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ കഥ. വെറും ഒരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായി മാത്രം ഒതുങ്ങിപ്പോകേണ്ടയാളെ തൻ്റെ സുവിശേഷ വേലയ്ക്കായി മുന്നിൽ നിർത്താൻ ദൈവം തീരുമാനിച്ചപ്പോഴുണ്ടായ രൂപാന്തരീകരണത്തിൻ്റെ കഥ. ഇത് ജോസ് മണിയംപ്രായിൽ. ഇടുക്കി ജില്ലയിൽ കാമാക്ഷി ഇടവകയിൽ താമസിക്കുന്നു. അത്യാവശ്യം കൃഷിപ്പണിയും രാഷ്ട്രീയ പ്രവർത്തനവുമായി ജീവിച്ചു പോന്ന ജോസിന്റെ കുടുംബത്തിൽ മൂന്നാമതായി അൽഫോൺസ ജനിക്കുന്നു. ജോസിന്റെ ജീവിതത്തിലെ മറ്റൊരു അധ്യായം അവിടെ തുടങ്ങുകയായിരുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ മൂന്നാമത്തെ കുട്ടി രൂപപ്പെട്ടു എന്ന് അറിഞ്ഞ ആ നിമിഷം മുതൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അസ്വസ്ഥതയുടെയും വേദനയുടെയും ഞെരുക്കത്തിൻ്റെയൊക്കെ കാലയളവായിരുന്നു. ആദ്യമായി ഹോസ്പിറ്റലിൽ ചെന്ന അന്ന് മുതൽ എല്ലാ മാസവും ചെക്കപ്പിന് ഞങ്ങൾ പോകും. യാതൊരു കുഴപ്പവും കുഞ്ഞിനില്ല എന്ന് ഡോക്ടർമാർ വിധി എഴുതി. 1991 ഡിസംബർ 12 ഡേറ്റ് അന്ന് അറിഞ്ഞ് അവർ രേഖപ്പെടുത്തി. അതനുസരിച്ച് ഞങ്ങൾ ഡിസംബർ 11 ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർ 3 പേര് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ സിസേറിയൻ നടത്തിയില്ലെങ്കിൽ ഒന്നെങ്കിൽ കുഞ്ഞ് നഷ്ടപ്പെട്ടു പോവും, അല്ലെങ്കിൽ അമ്മയ്ക്ക് നഷ്ടമുണ്ടാകുമെന്നുള്ള അവരുടെ സ്വരങ്ങൾ. അവസാനം ഡിസംബർ 12 11:30 ആയപ്പോൾ സിസേറിയനിലൂടെ ഞങ്ങളുടെ കൊച്ചുമകൾ അൽഫോൻസ എന്ന മകളെ ഞങ്ങൾക്ക് കിട്ടി. ആ കുഞ്ഞിനെ ഞങ്ങളുടെ മുറിയിൽ കൊണ്ടുവന്ന് കിടത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയും തൊട്ടടുത്ത മുറികളിലായിരുന്ന അമ്മമാരൊക്കെ വന്ന് കുട്ടിയെ കണ്ടപ്പോൾ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് അവരെല്ലാം പറഞ്ഞു. കുഞ്ഞിൻ്റെ ശരീരത്തിന് ഒരു നീല നിറം കാണുകയും പെട്ടെന്ന് തന്നെ ഞാൻ ഡ്യൂട്ടി റൂമിൽ ചെന്ന് സിസ്റ്റേഴ്സിനോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഡോക്ടർ എല്ലാം നോക്കിയിട്ടാണല്ലോ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നത്, കുട്ടിക്കൊരു കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷേ ഇത് കണ്ടപ്പോൾ ആ വേദനയോടുകൂടി ഞാൻ ഓടിച്ചെന്ന് അന്നത്തെ പീഡിയാട്രിഷ്യനായ ജോർജ് ഡോക്ടറിനെ കാണുകയും ആ ഡോക്ടർ അപ്പോൾ തന്നെ ഓടി വന്ന് ആ കുട്ടിയെ കണ്ടപ്പോൾ തന്നെ കുട്ടിയെ സിസ്റ്റേഴ്സിനോട് എടുക്കാൻ പറഞ്ഞു. ICUവിൽ കൊണ്ടുപോയി 14 ദിവസം അവരുടെ കരങ്ങളിലായിരുന്നു. ഡോക്ടർ അന്ന് തന്നെ പറഞ്ഞു, ഈ കുഞ്ഞിനെ കിട്ടാൻ സാധ്യതയില്ല, പെട്ടെന്ന് തന്നെ മാംസം വെക്കണമെന്ന് പറയുകയും അന്ന് തന്നെ അവിടുത്തെ ചാപ്ലൻ അച്ഛനെ വിളിച്ച് കുട്ടിക്ക് മാംസ കൊടുത്ത് അൽഫോൻസ എന്ന പേര് നൽകുകയും ചെയ്തു. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഡോക്ടർ കുട്ടിയെ ചെക്കപ്പ് ചെയ്തിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഭവനത്തിലേക്ക് കൊണ്ടുപോകാമെന്ന് പറയുകയും കുട്ടിയെ കൊണ്ട് ഞങ്ങൾ ഭവനത്തിൽ വരികയും ചെയ്തു. എല്ലാ മാസവും ഞങ്ങൾ കുട്ടിയെ കൊണ്ട് ചെക്കപ്പിന് പോകും. പക്ഷെ അപ്പോഴൊക്കെ കുഞ്ഞ് അല്പം കുറവുകളൊക്കെ ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഏകദേശം 9 മാസമായി കഴിഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ കണ്ണ് രണ്ടും എപ്പോഴും ഈ വെളുത്തുണ്ണി കയറി വരികയും കറുത്തുണ്ണി കാണാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ കണ്ണ് മറിഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ആദ്യമായിട്ട് കണ്ടത്. പിന്നീട് ഞങ്ങൾ കണ്ടത് ആ കുട്ടി കരയുമ്പോഴൊക്കെ കുട്ടിയുടെ ശരീരം വളരെ ബലപ്പെട്ടു പോകുന്നു, കൈയും കാലും മടങ്ങാത്ത അവസ്ഥകൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീണ്ടും ഡോക്ടറോട് ചെന്ന് പറഞ്ഞു, കൊച്ചിൻ്റെ കണ്ണിൻ്റെ എന്തോ വിഷയമുണ്ട്, ചെക്കപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ആ രണ്ടാമത് വന്ന ആ ഡോക്ടർ കുഞ്ഞിൻ്റെ കണ്ണ് മരുന്നൊഴിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുട്ടി കമലാത്തതിൻ്റെ പേരിലാണ്, കുട്ടിയുടെ കണ്ണിന് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അത്യാവശ്യം മരുന്നൊക്കെ തന്നു വിട്ടു. പിറ്റേ മാസം ചെന്നപ്പോൾ രണ്ടാമത് കണ്ട ഡോക്ടറും സ്ഥലം മാറിപ്പോയി. വേറൊരു കന്നഡ സംസാരിക്കുന്ന ഒരു ഡോക്ടറാണ് അന്ന് നിലവിൽ വന്നിരുന്നത്. ആ ഡോക്ടറുടെ അടുത്ത് ഞങ്ങൾ കയറി ചെല്ലുമ്പോൾ എൻ്റെ കയ്യിലാണ് കുട്ടിയിരിക്കുന്നത്. കുട്ടിയെ എടുത്തുകൊണ്ട് ചെല്ലുന്ന കണ്ടപ്പോഴേ ഡോക്ടർ പറഞ്ഞിരിക്കാൻ പറഞ്ഞു. ഡോക്ടർ എന്നിട്ട് ചോദിച്ച ഒരു ചോദ്യം ഇതാണ്, വേറെ കുട്ടികൾ നിങ്ങൾക്കുണ്ടോ? ഞാൻ പറഞ്ഞു, ഡോക്ടറെ വേറെ കുട്ടികൾ മൂത്തവരുണ്ട്, ആ കുട്ടികൾക്ക് വല്ല രോഗമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല ഡോക്ടറെ, മൂത്ത കുട്ടി അന്ന് 1-ലും രണ്ടാമത്തെ കുട്ടി
അന്ന് അംഗൻവാടിയിലും പഠിക്കുന്നു, യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഡോക്ടർ അന്നേരം പറഞ്ഞ വാക്ക് ഇതാണ്: ഈ കുട്ടിയെ രക്ഷപ്പെടുത്തിയെടുക്കുക എന്ന് പറഞ്ഞത് അസാധ്യമാണല്ലോ. ഞാൻ ചോദിച്ചു, ഡോക്ടറെ എന്താ സംഭവം? ഡോക്ടർ പറഞ്ഞു, ആരും നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞു, ഡോക്ടറെ നിങ്ങൾ ചാർട്ട് നോക്ക്. ചാർട്ടിനകത്തെല്ലാം ആദ്യം തൊട്ട് ഡോക്ടർ നോക്കിക്കഴിഞ്ഞപ്പോൾ നോർമൽ അവസ്ഥയാണ്, അല്ലാതെ കുഞ്ഞിനെ അസ്വസ്ഥയില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ആ ഡോക്ടർ പറഞ്ഞു, വൈദ്യശാസ്ത്രത്തിന് അസാധ്യമാണ്, ഈ കുഞ്ഞിൻ്റെ മേൽ ഒരധികാരവുമില്ല, അത് കാരണം ഇതിന് പ്രത്യേകം മരുന്നൊന്നുമില്ല. പിന്നെ ഒരു ഹൈന്ദവ ഡോക്ടറാണ്. ആ ഡോക്ടർ പറഞ്ഞൊരു വാക്കിതാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവിക സ്പർശനം കിട്ടിയ നിമിഷമാണ്. ആ ഡോക്ടർ പറഞ്ഞു, പ്രാർത്ഥിച്ചോ, അത് മാത്രമേ രക്ഷയുള്ളൂ, വേറെ ഒരു മരുന്നുമില്ല. പിന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അല്പം വിറ്റാമിൻ മരുന്നൊക്കെ തരാം, അത് കൊടുക്ക് എന്ന് പറഞ്ഞു. 1993 ജൂൺ 17 ജോസിന് മറക്കാൻ പറ്റാത്ത ദിവസമാണ്. ആ കുടുംബത്തിലേക്ക് ദൈവം ഇടപെടാൻ ആരംഭിച്ച ദിവസമെന്ന് വിശ്വസിക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. ഭാര്യ ലിസിയും അൽഫോൻസയുമായി ജോസ് ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെത്തിയ ദിവസമായിരുന്നു അത്. ധ്യാനത്തിൽ സംബന്ധിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. ധ്യാനത്തിൻ്റെ 3-ാം ദിവസം വൈകുന്നേരത്തെ ആരാധനയുടെ സമയത്ത് അമ്മയുടെ മടിയിൽ കിടന്നുറങ്ങിയിരുന്ന കുഞ്ഞ് കരഞ്ഞുകൊണ്ട് ഞെട്ടി എഴുന്നേറ്റു. കണ്ണിൻ്റെ കറക്കം അതോടെ നിന്നു. പിന്നീട് ഒരിക്കലും അതുണ്ടായിട്ടില്ല. ഒരത്ഭുതം കൂടി ദൈവം കാത്തുവച്ചിരുന്നു. വീട്ടിലെത്തി 7-ാം ദിവസം അൽഫോൻസ കമിഴ്ന്നു വീഴണമെങ്കിൽ 10 വർഷം വേണ്ടിവരുമെന്ന മെഡിക്കൽ സയൻസിന്റെ കണക്കുകൾ അവിടെ തെറ്റുകയായിരുന്നു. കുഞ്ഞിനുണ്ടായ സൗഖ്യം കുടുംബത്തിന്റെ കാഴ്ചപ്പാടുകളെ മാറ്റിമറിച്ചു. അവർ സ്ഥിരമായി പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഞായറാഴ്ച ക്രിസ്ത്യാനി എന്നതിൽ നിന്നും ദേവാലയം ജീവിതത്തിന്റെ കേന്ദ്രസ്ഥാനമായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. 6 മാസത്തിന് ശേഷം വീണ്ടും അവർ ഡിവൈനിലേക്ക് പോയി. ധ്യാനം കഴിഞ്ഞ് തിരിച്ചെത്തി 13-ാം ദിവസം അൽഫോൻസ തനിയെ എഴുന്നേറ്റിരുന്നു. 8 മാസത്തിന് ശേഷം ഒരിക്കൽ കൂടി ഡിവൈനിൽ തിരിച്ചു വന്ന 3-ാം ദിവസം അൽഫോൻസ കട്ടിലിന്റെ ക്രാസിയിൽ പിടിച്ച് തനിയെ നടക്കാൻ തുടങ്ങി. ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലെ 3 ധ്യാനങ്ങളും കുഞ്ഞിന്റെ ജീവിതത്തിൽ കാര്യമായ മാറ്റം വരുത്തി. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും തൻ്റെ 2 മക്കളെ പോലെ തന്നെ അൽഫോൻസിയെയും വളർത്തണമെന്നത് ജോസിന്റെ തീരുമാനമായിരുന്നു. അതിനായി അദ്ദേഹത്തിന് വളരെയേറെ ത്യാഗം സഹിക്കേണ്ടി വന്നു. SSLCക്കും +2-നും അൽഫോൻസയ്ക്ക് സ്ക്രൈബിനെ വയ്ക്കാൻ അനുവാദമുണ്ടായിരുന്നു. ഉത്തരങ്ങൾ പറഞ്ഞുകൊടുത്ത് മറ്റൊരാൾ എഴുതുന്ന രീതിക്കാണ് സ്ക്രൈബ് എന്ന് പറയുന്നത്. +2 വരെ പ്രശ്നങ്ങളില്ലാതെ കടന്നുപോയി. പക്ഷേ ഡിഗ്രിക്ക് സ്ക്രൈബിനെ വയ്ക്കാൻ നിയമമില്ല. തൻ്റെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ കണ്ട ജോസിനെ പക്ഷേ അതൊരു തടസ്സമായിരുന്നില്ല. 80% ബുദ്ധിവൈകല്യമുണ്ടെന്ന് ഒരിക്കൽ മെഡിക്കൽ സയൻസ് വിധി എഴുതിയ പെൺകുട്ടി സർവകലാശാലയുടെ നിയമം പൊളിച്ചെഴുതാൻ കാരണക്കാരിയായി. പിന്നാലെ വന്ന ഭിന്നശേഷിയുള്ള അനേകർക്ക് പഠനത്തിനുള്ള അവസരം അതുവഴി ഒരുങ്ങി. ഡോക്ടർ പറഞ്ഞതനുസരിച്ച് തിരുവനന്തപുരം ഫെലിക്സ് അച്ഛൻ്റെ ഈ തെറാപ്പി ചെയ്യുന്ന സെൻറ്ററിലേക്ക് കൊച്ചിനെ ഡോക്ടർ പറഞ്ഞു വിടുകയാണ്. ഞങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കൗണ്ടറിൽ ഒരു FCC സിസ്റ്ററാണ് ഇരിക്കുന്നത്. ഈ സിസ്റ്റർ ഈ കുഞ്ഞിൻ്റെ ജന്മനിമിഷത്തിലുള്ള ചരിത്രങ്ങൾ ചോദിച്ചു. പക്ഷെ ആ സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തത് ഈ ആദ്യം തൊട്ട് കുഞ്ഞിൻ്റെ ജനനം മുതൽ കുഞ്ഞിനുണ്ടായ അസ്വസ്ഥതകളും അതുപോലെ ഡിവൈനിലൂടെ ചെന്ന് ധ്യാനത്തിലൂടെ കർത്താവ് സ്പർശിച്ച് ഇടപെട്ട ആ കാര്യങ്ങളും ഞാൻ അവിടെ പങ്കുവെച്ചു. ആ സിസ്റ്റർ ഇതെല്ലാം ആ കുഞ്ഞിൻ്റെ ചാർട്ടിൽ രേഖപ്പെടുത്തി വെച്ചു. അങ്ങനെ 20 ദിവസം കൂടുമ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ കടന്നുപോയി. അങ്ങനെ തെറാപ്പി ഞങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ ഞങ്ങൾ തെറാപ്പി ചെയ്തുകൊണ്ടിരുന്നു. ഏകദേശം 3 വർഷം കഴിഞ്ഞപ്പോൾ ആദ്യം കണ്ടിരുന്ന ഡോക്ടർ മാറി. ഒരു ലേഡി ഡോക്ടർ കടന്നു വന്നു. ഞങ്ങൾ തലേദിവസം അവിടെ ചെന്നു. രാവിലെ 8 മണിക്ക് അവിടെ ചെന്ന് ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് ചെന്നു. ഈ ഡോക്ടറുടെ മുറിയിൽ കയറി ചെന്ന് കഴിഞ്ഞപ്പോൾ കൊച്ചിനെ കണ്ടു. വീണ്ടും ഞങ്ങളെ പരിചയപ്പെട്ടു. കൊച്ചിന് എൻ്റെ പുതിയ തെറാപ്പി ഞങ്ങളെ പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു, എന്നെ ഒന്ന് കണ്ടിട്ട് പോകണമെന്ന് എന്നോട് ഡോക്ടർ പറഞ്ഞു. ഞങ്ങൾക്കൊരു മുറിയൊക്കെ തന്നു, ചായയൊക്കെ തന്നു. ഞങ്ങളവിടെ ഇരിക്കുക.
1 മണിയായപ്പോൾ ഡോക്ടർ വന്ന് വിളിച്ചു, കടന്നു ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഡോക്ടർ മുറിയിൽ ചെന്നു, ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഡോക്ടർ ചോദിച്ച ഒരു ചോദ്യം ഇതാണ്: ഈ എഴുതി വച്ചിരിക്കുന്നതൊക്കെ സത്യമാണോ എന്ന് ഡോക്ടർ ചോദിച്ചു. ഞാൻ ഡോക്ടർ പറഞ്ഞു, എന്തിനാണ് ഡോക്ടറെ നുണ പറയുന്നത്? ഇത് ദൈവം ഈ കുഞ്ഞിലൂടെ ഇടപെട്ട ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തിയ അനുഭവമാണ് എഴുതി വച്ചിരിക്കുന്നത്. വീണ്ടും ഡോക്ടർ ആദ്യം തൊട്ട് കുഞ്ഞിൻ്റെ ചരിത്രം ചോദിച്ചു. ഞാനത് ഒന്നും വിടാതെ ഞാൻ പങ്കുവെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞു, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ശരിക്കും ഡോക്ടർ വേറൊരു ക്രിസ്തീയ സമുദായത്തിലുള്ള ഡോക്ടറാണ്. ഞാൻ പറഞ്ഞു, ഡോക്ടറെ നിങ്ങൾ മറ്റൊരു സമുദായത്തിലുള്ളതാണല്ലോ, എങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ആ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ അതെ, എങ്കിലും ഞാൻ യഥാർത്ഥ ക്രിസ്തീയ സമുദായത്തിലുള്ളതാണ്. ഞാനിങ്ങനെ പോകാൻ കാരണം എൻ്റെ പങ്കാളി മൂലമാണ്. പങ്കാളി വലിയൊരു ഉദ്യോഗസ്ഥനാണ്. ആ വ്യക്തി ദിവസവും മദ്യപിച്ച് കടന്നു വരും. കൂടുതൽ 3 ദിവസമൊക്കെ കഴിയുമ്പോഴാണ് കടന്നു വരുന്നത്. വീട്ടിൽ വന്ന് വഴക്കും, ഉള്ള സമ്പത്തെല്ലാം നശിപ്പിച്ചു. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. ഒരാൾ എഞ്ചിനീയറിങ്ങിനും ഒരാൾ മെഡിസിനും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ പഠിപ്പിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണ്. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോഴാണ് മറ്റൊരു ക്രിസ്തീയ സമൂഹത്തിലുള്ള സമുദായക്കാർ ഭവനത്തിൽ വരികയും ഞങ്ങളുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ രക്ഷപ്പെടും എന്ന് പറഞ്ഞതനുസരിച്ച് എങ്ങനെയെങ്കിലും പങ്കാളി രക്ഷപ്പെടട്ടെ എന്നോർത്ത് അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോവുകയും ഏകദേശം 4 വർഷക്കാലമായി അവരുടെ കൂടെ പ്രാർത്ഥനയ്ക്ക് പോകുന്നു. പ്രാർത്ഥനയ്ക്ക് പോയ അന്ന് മുതൽ പങ്കാളി കൂടുതൽ മദ്യപാനത്തിൻ്റെ അടിമത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ജീവിതം തകർന്നു പോയി. ഞാൻ ഡോക്ടർ പറഞ്ഞു, ഡോക്ടറെ നിങ്ങൾക്ക് 2 തെറ്റ് പറ്റി. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 13-ാമത്തെ തിരുവചനം ഞാൻ പറഞ്ഞു, ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ ഉപേക്ഷിച്ചു, വെള്ളമില്ലാത്ത പൊട്ടക്കിണർ കുത്തി എന്ന് പറഞ്ഞു. നിങ്ങൾ തിരിച്ചു വരുവാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഡോക്ടർ ചോദിച്ചു, സത്യമാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സത്യമാണ് ഡോക്ടറെ. എന്നിട്ട് ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ, ഈ പങ്കാളിയെ എങ്ങനെ സ്നേഹിക്കണമെന്നും എങ്ങനെ അംഗീകരിക്കണമെന്നും വരുമ്പോൾ ആ വ്യക്തിയെ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ള ബോധ്യങ്ങൾ ചില ഉദാഹരണങ്ങളിലൂടെ അവരോട് പറയുകയും അവരത് ഉൾക്കൊണ്ടു. ഞാൻ പറഞ്ഞു, 20 ദിവസം കഴിയുമ്പോൾ ഞാൻ വരും ഡോക്ടറെ, അതിനു മുമ്പ് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടും എന്ന് ഞാൻ ഉറച്ച്. എനിക്ക് ആ നിമിഷം ഒരു ആത്മീയ ശക്തി കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ അതിരത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിച്ചു. അങ്ങനെ അവിടെ നിന്ന് പോന്നു. തിരിച്ചു പോന്നപ്പോൾ എൻ്റെ മനസ്സിലൊക്കെ ഒരു തേങ്ങലൊക്കെ ഉണ്ട്. സംഭവിച്ചില്ലേൽ അവർ നമ്മൾ പറയുന്നൊന്നും വിശ്വസിക്കുകയല്ലോ, ഇതൊരു തിരിച്ചുള്ള സാക്ഷ്യമാവുന്നുള്ള ചിന്തയൊക്കെ മനസ്സിൽ വന്നു. എങ്കിലും ഞാനിവിടെ വന്നു ഞങ്ങളുടെ ഇടവകയിലുള്ള ഞങ്ങളുടെ പ്രാർത്ഥനാ കൂട്ടായ്മയിലുള്ളവരും ഇവിടെല്ലാം ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കണം, ശക്തമായി പ്രാർത്ഥിക്കണം, ദൈവത്തിന് ശക്തമായൊരു ഇടപെടൽ ഒരു കുടുംബത്തിലുണ്ടാകണം എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ 19-ാം ദിവസം ഞങ്ങൾ വൈകുന്നേരം അവിടെ ചെന്ന് ഒരു മുറിയെടുത്ത് കിടന്നു. പിറ്റേ ദിവസം രാവിലെ 8 മണിയായപ്പോൾ ചെന്നപ്പോൾ ഈ ഡോക്ടർ ഗേറ്റിങ്ങിൽ വന്ന് നിൽക്കുകയാണ്. ചെന്നപ്പോഴേ കൈയൊക്കെ തന്നിട്ട് ഈ ഡോക്ടർ വളരെ സന്തോഷത്തോടുകൂടി പറയുകയാണ്, ദൈവം അവരുടെ ജീവിതത്തിൽ 17-ാം ദിവസം ഇടപെട്ടു. വർഷങ്ങൾ കൂടി ആദ്യമായിട്ട് ഈ പങ്കാളി മദ്യപാനമില്ലാതെ സന്ധിക്കുമ്പോൾ തന്നെ ഭവനത്തിൽ വന്നു. വലിയ സ്നേഹത്തിൻ്റെ അനുഭവമായിരുന്നു ആ ദിവസം മുതൽ. ഈ സാക്ഷ്യം ജോസിൻ്റെ ജീവിതത്തിൽ പുതിയൊരു തിരിച്ചറിവായിരുന്നു. മകളെയും കൊണ്ട് പോകുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ ഇടപെടലുകൾ തിരിച്ചറിയാൻ തുടങ്ങി. ദൈവം തങ്ങളിലൂടെ പ്രവർത്തിക്കാൻ തുടങ്ങി എന്ന് മനസ്സിലാക്കിയതോടെ ജോസിന് പിന്നെ സുവിശേഷം ഒരാവേശമായി. അനേകർ ജോസിനെ തേടിയെത്തി. ഇത് എൻ്റെ മോനാണ്, ഗ്രേഷ്യസ് സജ്ജി എന്നാണ് അവൻ്റെ പേര്. അവൻ 10-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അവന് 9-ാം ക്ലാസ് മുതൽ തുടർച്ചയായ ഛർദിയായിരുന്നു. ഛർദി കാരണം അവന് ഒരു ദിവസം പോലും സ്കൂളിൽ പോകാൻ പറ്റാതെ ആഴ്ചകളോളം ആശുപത്രിയിലും വീട്ടിലും ആയിട്ടിരിക്കുകയായിരുന്നു. ചെയ്യാവുന്ന ടെസ്റ്റുകളും ചികിത്സകളും എല്ലാം ചെയ്തിട്ട് ഒരു അസുഖവും ഇല്ലെന്നാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അവസാനം ഞങ്ങൾ ഛർദി കൂടുകയും മകൻ അവശനായിട്ടിരിക്കുകയും ചെയ്തപ്പോൾ ഞങ്ങൾ കാമാക്ഷി ഇടവകയിൽ അച്ഛനെ കാണുവാൻ വന്നു. അച്ഛനെ കാണാൻ വന്നിട്ട് അതിനുശേഷം ഞങ്ങൾ ജോസിയേട്ടൻ്റെ കാര്യം അന്നേരമാണ് എടുത്തത്. ഞങ്ങൾ മണിയമ്പറയിലെ ജോസിയേട്ടൻ്റെ അടുത്ത് വരികയും ജോസിയേട്ടൻ അവൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. അത്ഭുതമെന്ന് പറയട്ടെ, അതിനുശേഷം ഇതേവരെ മകൻ ആ ഛർദി ഉണ്ടാവുകയോ അങ്ങനെയൊരു വിഷമം ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. ഇപ്പം അവൻ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു കുഴപ്പവും ഇല്ലാതെ അവൻ നടക്കുന്നു. ധ്യാനമെല്ലാം കൂടി 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ദൈവത്തിന് വേണ്ടി വേല ചെയ്യുവാനുള്ള വലിയൊരു വിളി കിട്ടുകയും പല വൈദികരിലൂടെ പ്രചോദനം തരികയും അതിനുള്ള കോഴ്സുകളൊക്കെ കൂടുകയും ചെയ്തു. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ളൊരു സെൻറ്ററിൽ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു ചെല്ലുകയും അന്നു മുതൽ ഇന്ന് വരെ തിരിഞ്ഞു നോക്കാൻ ഇടവരുത്താതെ കർത്താവ് എന്നെ കരം പിടിച്ച് ഉയർത്തുന്നു.
വചനപ്രഘോഷത്തിലൂടെയും ഷെയറിങ്ങിലൂടെയൊക്കെ അനേകാരങ്ങളെ കാണുവാനുള്ള കൃപ ദൈവം തന്ന് അനുഗ്രഹിച്ചു. കുഞ്ഞ് വളരുന്നതനുസരിച്ച് കുഞ്ഞിനെ കൊണ്ട് എവിടെ ചെന്നാലും കുഞ്ഞിലൂടെ അനേകരെ കരം പിടിച്ചുയർത്താനുള്ള അവസരങ്ങൾ കർത്താവ് തന്നു. പിന്നീടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം ദൈവത്തിന് വേണ്ടി മാത്രമുള്ളതായിരുന്നു. ഒരു കൂട്ടായ്മയിൽ അദ്ദേഹം ചേരുകയും സുവിശേഷത്തിന് വേണ്ടി, ദൈവത്തിന് വേണ്ടി എല്ലാം ത്യജിച്ച് തനിക്ക് കിട്ടിയ ദൈവാനുഭവം അനേകർക്ക് പകർന്നു നൽകാൻ ഒരു മുഴം മുൻപേ ഓടുകയായിരുന്നു. ഇന്ന് രൂപതയിലും രൂപതയ്ക്ക് പുറത്തും ദൈവിക ശുശ്രൂഷയുമായി നടക്കുക, പ്രീച്ചിങ് മിനിസ്ട്രിയുടെയും മറ്റ് മിനിസ്ട്രികളുടെ ഒക്കെ കോർഡിനേറ്ററായും മറ്റ് പല രംഗങ്ങളിലും വചനപ്രഘോഷണ രംഗങ്ങളിലുമൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് അനേകായിരങ്ങളെ ദൈവത്തിനു വേണ്ടി നേടുവാൻ ഓടി നടക്കുന്ന ജോസിയേട്ടനെയാണ് ഇന്ന് കാണാൻ കഴിയുക. കഴിഞ്ഞ കാലങ്ങളിൽ ലോകത്തിന് വേണ്ടി, ലോകമഹിമയ്ക്ക് വേണ്ടി, ലോക പ്രശസ്തിക്ക് വേണ്ടി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി നടന്നുവെങ്കിൽ ഇന്ന് തമ്പുരാനെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ആ മകൻ നടക്കുകയാണ്. അതിൻ്റെ ഫലമായി പ്രത്യേകിച്ച് ആ കുടുംബത്തിന് ഒത്തിരി ദൈവാനുഗ്രഹങ്ങൾ, മക്കളൊക്കെ പഠിക്കുകയും പഠിച്ച് അവരോരോരുത്തരും അവരുടെ അവസ്ഥയിൽ നല്ല ജോലികൾ കരസ്ഥമാക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. തമ്പുരാൻ ഇന്ന് ആ ഭവനത്തെ ഒത്തിരി നന്നായി പരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്ന ഒരു മകനെയും മകളെയും ദൈവം കൈവിടുകയില്ല എന്നുള്ളതിന് വ്യക്തമായ തെളിവാണ് ബഹുമാനപ്പെട്ട ജോസ് മണിയമ്പറയുടെ ജീവിതവും സാക്ഷ്യവുമെല്ലാം. ദൈവാനുഭവത്തിലേക്ക് കടന്നു വന്ന് ഏകദേശം 6 വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം ഒരു വ്യക്തി വന്ന് എന്നോട് പറഞ്ഞു, യെസ് ഓർ നോ എന്ന് പറയണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ അങ്ങനെ പറയാൻ പറ്റത്തില്ല, വിവരം പറയാൻ പറഞ്ഞു. അതൊന്നുമില്ല, അത് യേസ് എന്ന് പറയാതെ ഞാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഒരു പള്ളിമുറ്റത്ത് വെച്ചാണ് പറയുന്നത്. ഞാൻ അവസാനം യേസ് എന്ന് പറഞ്ഞു. എന്താ കാര്യം ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഇടവകയിൽ വന്ന് ഒരു ശനിയാഴ്ച 4 ദിവസം കൂടെ ഉള്ളൂ, ശനിയാഴ്ച വന്ന് ഒരു 1.5 മണിക്കൂർ തിരുവചനം പങ്കുവയ്ക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഇതുവരെ ഒരു ആൾത്താരിലും കയറിയിട്ടില്ല, തിരുവചനം പറയാൻ കയറിയിട്ടില്ല. അത് സാരമില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുഖമാണ് ദൈവം വെളിപ്പെടുത്തുന്നത്, അതുകൊണ്ടാണ് വന്ന് ചോദിച്ചത്. അത് കാരണം മറ്റൊന്നും ഓർക്കൊണ്ട, ഒരുങ്ങി വന്നാച്ചാൽ മതി. അങ്ങനെ ഞാൻ ഈ ദേവാലയത്തിൽ വരിക. ഇതിനു മുമ്പ് ഒരു സംഭവം എൻ്റെ മനസ്സിൽ ഒരു ദിവസം ഇങ്ങനെ ഒരു സ്വപ്നത്തിലൂടെ ദൈവം വെളിപ്പെട്ട ഒരു അവസ്ഥയാണ്. ഞാനിങ്ങനെ ബൈബിളൊക്കെ ആയിട്ട് ഒരു ബസ്സേ വന്നിറങ്ങിയിട്ട് ഞാൻ ഒരു പള്ളിക്കലോട്ട് പോകുന്നതും പള്ളിക്ക് വന്ന് തിരുവചനം പറഞ്ഞിട്ട് തിരിച്ചു പോയപ്പോൾ വഴി സൈഡിൽ ഒരു ട്രാൻസ്ഫോമർ ഇരിക്കുന്നു. അത് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ വെയിറ്റ് ഷെഡിൽ കയറി ഇരുന്ന് കഴിഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഒരു സഹോദരി ഇങ്ങനെ ഒരു പച്ച സാരി ഉടുത്ത് നിൽക്കുന്നതായിട്ടൊക്കെ എന്നെ കാണിച്ചു തന്നു. പക്ഷെ അന്ന് ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. പക്ഷേ ഈ പള്ളിക്കൽ വന്ന് ഞാൻ തിരുവചനം പറഞ്ഞിട്ട് തിരിച്ചു ചെന്ന് കഴിഞ്ഞപ്പോൾ പോയ വഴിക്കാണ് ഞാൻ പഴയ ഓർമ്മ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. ആ ട്രാൻസ്ഫോമർ കണ്ടു. അത് കഴിഞ്ഞ് ബസ് കയറാനായിട്ട് വെരിഷെഡിൽ പോയി നിന്ന് കഴിഞ്ഞപ്പോൾ ദൈവം നാളുകൾക്ക് മുമ്പ് കാണിച്ചു തന്ന ആ സഹോദരി ഒരു തൂണച്ചാരി നിൽക്കുന്നു. അന്ന് തൊട്ട് പ്രാർത്ഥിച്ചൊരുങ്ങാൻ സാധിച്ചില്ല. ശരിക്കും അന്ന് പ്രാർത്ഥിക്കേണ്ടതായിരുന്നു എന്നുള്ള ബോധ്യം അന്ന് പരിശുദ്ധാത്മാവ് തരികയാണ്. അങ്ങനെ ആദ്യമായിട്ട് ആ ദേവാലയത്തിൽ 1.5 മണിക്കൂർ തിരുവചനം പറഞ്ഞു. വെറും ഒരു സാധാരണ ജീവിതം നയിക്കേണ്ടിയിരുന്ന ജോസിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത് തൻ്റെ മകളിലൂടെയാണ്. അൽഫോൻസ എന്ന മാലാഖ കുഞ്ഞിനെ ഇരുകൈയും നീട്ടി ഈ ഭവനത്തിലേക്ക് സ്വീകരിച്ചപ്പോൾ ഈ ഭവനം ഇന്ന് അനേകർക്ക് ആശ്വാസം നൽകുന്നു. മാനുഷികമായ എല്ലാ സഹനങ്ങളും ചിരിച്ചുകൊണ്ട് നേരിടാൻ ദൈവം ഈ ഭവനത്തെ പ്രാപ്തമാക്കിയിരിക്കുന്നു. വൈദ്യശാസ്ത്രം നടക്കില്ല എന്ന് പറഞ്ഞപ്പോഴും 80% ബുദ്ധിമാന്യമുണ്ട് എന്ന് പറഞ്ഞപ്പോഴും ജീവിക്കില്ല എന്ന് പറഞ്ഞപ്പോഴും അതിനെയെല്ലാം നേരിടാൻ ഈ കുടുംബത്തെ പ്രാപ്തമാക്കിയ ദൈവത്തിൻ്റെ മുന്നിൽ ഇവർ താഴ്മയോടെ നിൽക്കുന്നു. ഇപ്പോൾ ഡിഗ്രിയും PGയും കഴിഞ്ഞ അൽഫോൻസ ഈ ഭവനത്തിൻ്റെ ഭാഗ്യമാണ്.
പാഴായി പോകേണ്ടിയിരുന്ന ജന്മങ്ങളെ പുതിയൊരു ജനനം നൽകി ദൈവത്തിലേക്ക് അടുപ്പിച്ച മാലാഖ.